സിദ്ധുട്ടാ, എന്താ? കാല് പിടിക്കാനാ ഞാൻ വന്നത്. കാല് പിടിച്ച് അപേക്ഷിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. പ്രേമിച്ച് പറഞ്ഞ പ്രപ്പോസല് അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എന്നെ നിരാശപ്പെടുത്തരുത്. നീയും വിഷ്ണു തമ്മിൽ എന്താ ബന്ധം? അത്ര അടുപ്പമുള്ള ഒരാൾക്ക് വേണ്ടി അല്ലാതെ നീ ഇങ്ങനൊന്നും ചെയ്യില്ലല്ലോ. പറ, ആരാവുന്നിന്റെ? അതൊക്കെ പിന്നീട് ഒരിക്കലും ഞാൻ പറയാം. വിഷ്ണു അകത്ത് കിടക്കുന്ന ഓരോ ദിവസവും എനിക്ക് പ്രശ്നമാണെന്ന് മാത്രം സിദ്ധുവേട്ടൻ മനസ്സിലാക്കിയാൽ മതി. ഇറങ്ങാൻ വൈകും തോറും കോംപ്ലിക്കേഷൻസും കൂടി വരും. എന്നെ വക വരുത്താൻ വരെ വിഷ്ണു തയ്യാറാവും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ മരിച്ച അത് സിദ്ധുവേട്ടൻ ചെയ്തതാണെന്ന് എല്ലാവരും പറയും. ഞാൻ കാരണം സിദ്ധുവേട്ടനൊരു ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല. വെറുതെ ഇല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. പകരം ഡിവോഴ്സ് ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. ഞാൻ വാക്ക് മാറ്റുമെന്ന് പേടിയുണ്ടോ സിദ്ധുവേട്ടന്? ഒരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല. വേണമെങ്കിൽ നമ്മൾ തമ്മിൽ ഉണ്ടാക്കുന്ന എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു നോട്ടറി കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കാം. എന്തിനും ഞാൻ തയ്യാറാണ്. എനിക്കൊന്ന് വിഷ്ണുവിനെ പുറത്തിറക്കിയാൽ മാത്രം മതി. ഞാനെന്താ ശരിക്കും ആലോചിക്കട്ടെ. എല്ലാ വശവും ചിന്തിച്ചിട്ടേ ഞാനൊരു തീരുമാനത്തിലെത്തൂ. എന്റെ ഗുഡ്വില്ലിനെ ബാധിക്കുന്ന പ്രശ്നമാണ് വിഷ്ണുവിന്റെ ജാമ്യഹർജി എന്നറിയാലോ. അതുകൊണ്ട് കൂട്ടിയും കീഴ്ച്ചും നോക്കണം. എങ്ങനെ നോക്കിയാലും സിദ്ധുവിന് തന്നെയായിരിക്കും ലാഭം. ഞാൻ ഒഴിഞ്ഞ് എന്റെ സ്ഥാനത്ത് വരാൻ പോകുന്നത് ദേവികയാണ്. അതോടെ ദേവികയുടെ കഷ്ടപ്പാടും മാറും. ഒരുപാട് പേര് രക്ഷപ്പെടുന്നൊരു തീരുമാനം, അതാണ് സിദ്ധുവേട്ടൻ എടുക്കാൻ പോകുന്നത്. അനുകൂലമായൊരു തീരുമാനം തന്നെ ഞാൻ പ്രതീക്ഷിക്കും. സിദ്ധുവേട്ടൻ എന്റെ പ്രതീക്ഷകളെ തകർക്കരുത്.